പോലീസ് സേനയ്ക്ക് കളങ്കം സൃഷ്ടിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച LDF സർക്കാർ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത് 10 പേരെയാണ്. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ളവരെയാണ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടതെന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു. ബലാത്സംഗ കേസ് പ്രതികൾ, അന്യായമായി ജോലിക്ക് ഹാജരാകാതിരുന്നവർ, പ്രതികളെ സഹായിച്ചവർ തുടങ്ങി സേനയ്ക്ക് കളങ്കമുണ്ടാക്കിയ 10 പേരെയാണ് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 4 വർഷത്തിനിടെ പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ടവരിൽ 3 പേർ ഇൻസ്പെക്ടർ റാങ്ക് തസ്തികയിൽ ജോലി ചെയ്തവരായിരുന്നു. കോഴിക്കോട് ബേപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ മുൻ ഇൻസ്പെക്ടറായ PR സുനുവിനെതിരെ 6 ക്രിമിനൽ കേസുകളാണ് നിലവിലുണ്ടായിരുന്നത്. ഇതിൽ 4 എണ്ണം സ്ത്രീ പീഡനത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതായിരുന്നു. വ്യാജ ആരോപണത്തിൽ FIR രജിസ്റ്റർ ചെയ്തുൾപ്പെടെ 5 കേസുകളിൽ പ്രതിയായിരുന്നു ഇൻസ്പെക്ടറായിരുന്ന ജയാസനിൽ. സ്ത്രീപീഡന കേസിൽ ഉൾപ്പെട്ട മുൻ ഇൻസ്പെക്ടർ R ശിവശങ്കരനാണ് നടപടിക്ക് വിധേയനായ മറ്റൊരു ഉദ്യോഗസ്ഥൻ. ഇവർക്ക് പുറമെ പോലീസ് ഡ്രൈവർമാരായിരുന്ന 7 ഉദ്യോഗസ്ഥരെയും സേനയ്ക്ക് കളങ്കം വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. സേനയിലെ പുഴുക്കുത്തുകൾക്കെതിരെ സർക്കാർ സ്വീകരിക്കുന്ന ഇത്തരം കർശന നടപടികൾ പൊതുസമൂഹം സ്വാഗതം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല പറഞ്ഞു. പോലീസ് സേനയിലുള്ള ഒരു ചെറിയ ശതമാനം ചെയ്യുന്ന പ്രവൃത്തികൾ പോലും പോലീസ് സേനയ്ക്ക് ആകെ കളങ്കം വരുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരം പോലീസ് സേനയ്ക്ക് ചെറിയ കളങ്കം പോലും വരുത്തുന്ന ഉദ്യോഗസ്ഥരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പോലീസ് സേനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം മികച്ച ഒരു സംവിധാനമാണെന്നും ഇന്ത്യക്ക് മാതൃകയാണെന്നുള്ളതും ഈ രേഖ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കുറ്റാന്വേഷണ മികവിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ മികച്ച പോലീസ് സേന എന്ന പേരിൽ ഇതിനകം പ്രശസ്തി ആർജിച്ചതാണ് കേരള പോലീസ്. ഈ സാഹചര്യത്തിൽ സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നത് ഉന്നത തസ്തികയിലുള്ളവരായാൽ പോലും അവരുടെ തൊപ്പി തെറിക്കുമെന്ന ശക്തമായ സന്ദേശം കൂടിയാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തുവരുന്ന ഈ വിവരങ്ങൾ. കൈരളി ന്യൂസ്, കൊച്ചി.